ഈ വർഷത്തെ ചൂടൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും ലൈമും ഷാർജ ഷേക്കൊക്കെ വെറൈറ്റി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഷാർജ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബേക്കറി കയറിയപ്പോൾ ചേച്ചിയെ ഷാർജ കൊണ്ടുവന്ന് നല്ല ക്രീമി ആയിട്ടിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് നൈസ് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോളെ ഞാലിപ്പൂവൻ പഴം ഇട്ടാൽ മതി, നല്ല ക്രീമി ആയിട്ട് കിട്ടുമെന്ന്. അതിന് പഴം മേടിച്ച് വെച്ചിട്ട് 3-4 ദിവസമായി തൊലി വരെ കണ്ടോ കറുത്ത് തുടങ്ങി. അങ്ങനെ ഞാനൊരു 4 ഞാലിപ്പൂവൻ പഴം ജാറിനകത്തോട്ടിട്ട് പിന്നെ കുറച്ച് ഹോർലിക്സും കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് അതേ ഇരിപ്പുള്ളായിരുന്നു. നമുക്ക് വേറെ ഒരു ഐറ്റംസ് ഇടേണ്ട, കുറച്ച് മധുരത്തിന് പഞ്ചസാരയും കൂടെ ഇടണം. ഈ പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാനൊരു 3-4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ഇടാം. ഇത് കുടിക്കാൻ വേണ്ടി ബാക്കിൽ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഒരു കവർ പാലെടുത്ത് നേരെ കട്ടപ്പാൽ അതിനകത്തിട്ടിട്ട് അടിച്ച് പൊട്ടിക്കുന്ന സമയത്ത് എല്ലായിടവും പൊട്ടിയെന്ന് തോന്നും. അതുകൊണ്ട് അവിടെ എല്ലാം പാല് വീണ്ടുണ്ട്. അങ്ങനെ നേരെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നു. നല്ല ക്രീമി രീതി കിട്ടി കേട്ടോ. ആ ചേച്ചി പറഞ്ഞ സത്യം, എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് എപ്പം ഞാൻ ഉണ്ടാക്കിയാൽ ഈ രീതി കിട്ടാറില്ല. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ മണ്ടയ്ക്ക് ഒരു സാധനമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കോംപ്ലക്സ് ഇരിക്കുന്നത് നേരെ അതിൻ്റെ മണ്ടയിലോട്ടൊക്കെ വിതറിയൊക്കെ ഒന്ന് ഇട്ട് സെറ്റ് ചെയ്ത് ഇനി ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ, എന്നിട്ട് വേണ്ട അഭിപ്രായം പറയാം. പക്ഷേ കുടിച്ച് അഭിപ്രായം പറയാൻ നിൽക്കുന്നതിന് മുന്നേ ഞാനങ്ങ് കുടിയാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല. സൂപ്പർ സാധനം, സിമ്പിളാണ്. നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.